ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ അധികാരത്തിൽ വന്നതിൽ ആഹ്ലാദിച്ച കുറേ ആളുകൾ ഇന്ത്യയിലുമുണ്ട്. ഇന്ത്യക്ക് അത് വളരെ ഗുണകരമാവും. ഇന്ത്യ അത് ആഘോഷിക്കും. കാരണം ട്രംപിന്റെ അതേ ഫിലോസഫി പിന്തുടരുന്നവരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ട്രംപ് എന്ന് പറയുന്ന ഒരു ഇവാഞ്ചലിസ്റ്റ്, അതുപോലെ ഒരു എന്താ പറയുക, ഒരു ഏകാധിപത്യ രൂപത്തിലുള്ള ഒരാൾ, ഒരു വ്യക്തിഗതമായ വലിയ തരം മഹത്വം സ്വയം പ്രഖ്യാപിക്കുന്ന ഒരാൾ ഒക്കെയാണ്. പക്ഷേ ഇപ്പോൾ തലയ്ക്കടി കിട്ടിയ മാതിരിയാണ് പല രാജ്യങ്ങളും. ഇന്ന് നമ്മൾ കേട്ടൊരു കാര്യം, കാനഡ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇനി ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് വളരെ ഉയർന്ന ഡ്യൂട്ടി, 50% ഡ്യൂട്ടി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ചൈനയിൽ നിന്ന് 10% ഡ്യൂട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം തുടങ്ങിയ നയങ്ങൾക്കൊന്നും ഇനി പ്രസക്തിയില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൻ്റെ തന്നെ വക്താക്കളായ അമേരിക്ക തന്നെയാണ്. തുറന്ന കമ്പോളം, പരസ്പരം മാറുന്ന നാണയങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിയ പ്രഖ്യാപനമായിരുന്നു ഇവിടെ ഉണ്ടായി. ലോകം ചെറുതാവുന്നു. ലോകം ചെറുതായില്ല എന്ന് മാത്രമല്ല, ലോകം കൂടുതൽ ശകലിതമായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം ബ്രിട്ടൻ ബ്രെക്സിറ്റിൽ നിന്ന് പുറത്തുപോയി. അമേരിക്ക ഇപ്പോൾ ട്രംപിന്റെ കീഴിൽ എല്ലാവിധ ഉദാര നയങ്ങളും മാറ്റുന്നു. അവരുടെ രാജ്യത്തെ ഉൽപാദനം കൂട്ടുന്നു. പക്ഷേ ഇന്ത്യ പോലൊരു രാജ്യം ഇപ്പം നേരിടുന്ന പ്രതിസന്ധി എന്താ? ഇന്ത്യ ഇതിലെ അംഗമാണ്. ഈ ബ്രിക്സ് രാജ്യങ്ങളിൽ അംഗമാണ്. ബ്രിക്സ് രാജ്യങ്ങൾ ഇന്ത്യ, ബ്രസീൽ, ചൈന, റഷ്യ ഒക്കെ ഉണ്ട്. ഈ രാജ്യങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഈ രാജ്യങ്ങൾ പല സൂത്രപ്പണികളും ആലോചിച്ചു. എന്താ വെച്ചാൽ, അമേരിക്കൻ ഡോളറിനെ നമ്മൾ കീഴ്പ്പെടുത്തും, അമേരിക്കൻ ഡോളറിന് പകരമായി മറ്റൊരു നാണയത്തിലേക്ക് ലോക വ്യാപാരം കൊണ്ടുവരും തുടങ്ങിയ വാചകമടികളൊക്കെ ഉണ്ടായിരുന്നു. ട്രംപ് ഇപ്പോൾ പറഞ്ഞു, അങ്ങനെയൊക്കെ കൊണ്ടുവന്നാൽ ഒരു സംശയവും വേണ്ട, നികുതി 100% എന്ന് പറഞ്ഞാൽ 100 രൂപയുടെ ഉൽപ്പന്നം കൊടുത്ത് കയറ്റി അയച്ചാൽ 200 രൂപ, 100 രൂപ ഡ്യൂട്ടി അടക്കം അവിടെ ചെല്ലുമ്പോൾ 200 രൂപയാണ്. ഇന്ത്യയുടെ കയറ്റുമതിയെ അത് ഗൗരവതരമായി ബാധിക്കും. അമേരിക്ക ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കയറ്റുമതി രാജ്യങ്ങളിലൊന്നാണ്, ഇറക്കുമതിയുടെ. അങ്ങനെ വരുമ്പോൾ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി ഇല്ല എങ്കിൽ ഇന്ത്യ മാത്രമല്ല, ചൈന ആയാലും മറ്റു പല രാജ്യങ്ങളും, ബ്രസീലും പല രാജ്യങ്ങളും, ബ്രിക്സ് രാജ്യങ്ങളിൽ പെടുന്ന പലരും അതേപോലെയുള്ള അവസ്ഥയിലുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ റഷ്യക്കും ഒരുപക്ഷെ ചൈനയ്ക്കും വേറെ ഏതെങ്കിലും തരത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാനേ കഴിയില്ല. അതുകൊണ്ട് ഡോളറിന് പകരമായ മറ്റൊരു നാണയ വ്യവസ്ഥ കൊണ്ടുവരും തുടങ്ങിയ പ്രഖ്യാപനങ്ങളൊക്കെ അട്ടത്ത് വെച്ചോളാനാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഞാൻ വിധിയൊന്നും അങ്ങോട്ട് പറയണ്ട, ഡോളറിനെ ദുർബലമാക്കും, മറ്റു രീതിയിലേക്ക് മാറ്റും, ഒന്നും മാറ്റാൻ പറ്റില്ല. പൗണ്ടിലേക്കോ അല്ലെങ്കിൽ യൂറോയിലേക്കോ അല്ലെങ്കിൽ യെന്നിലേക്കോ അല്ലെങ്കിൽ ചൈനീസ് നാണയത്തിലേക്കോ ഒക്കെ മാറും എന്നൊക്കെ വലിയ വാദഗതി ഉണ്ടായിരുന്നു. നമ്മുടെ പ്രധാനമന്ത്രി അടക്കമുള്ള വാദഗതികൾ അങ്ങനെ പറഞ്ഞിരുന്നു, അമേരിക്കയെ ഞങ്ങൾ ദുർബലപ്പെടുത്തും. എന്ത് ദുർബലപ്പെടും? അമേരിക്ക ദുർബലപ്പെടില്ല എന്ന് മാത്രമല്ല, അവരുടെ നികുതി കൂട്ടി സ്വന്തം ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. കമ്പോളം തുറന്നു കൊടുക്കുന്നില്ല, അവർ കമ്പോളം അടയ്ക്കുകയാണ്. അപ്പൊ തുറന്ന കമ്പോളം, തുറന്ന സമ്പദ് വ്യവസ്ഥ തുടങ്ങിയ വാചകമടികളൊക്കെ അവസാനിച്ചിരിക്കുന്നു എന്ന് തുടക്കത്തിൽ പറഞ്ഞ അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം നമ്മൾ പറയണ്ട. പക്ഷെ ഇന്ത്യ പോലൊരു രാജ്യം വലിയ ദുരിതാവസ്ഥയിലാണ്. കാരണം ഡോളറിന് എഗൻസ്റ്റ് ഇന്ത്യയുടെ രൂപയുടെ മൂല്യം വളരെ 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 കുറഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ ഡോളറിന്റെ മൂല്യം കൂടിയിരിക്കുന്നു. അങ്ങനെ അവസ്ഥയിൽ നമ്മുടെ വ്യാപാര ശിഷ്ടം വളരെ കുറവായിരിക്കും. കാരണം ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് പൈസ കിട്ടുമായിരിക്കും. പക്ഷേ എപ്പോഴും കയറ്റുമതിയും ഇറക്കുമതിയും തമ്മിലുള്ള വ്യത്യാസത്തിൽ ഇന്ത്യ അമേരിക്കയുമായി വളരെ വ്യത്യാസമില്ല, നെഗറ്റീവിലാണ്. എന്ന് പറഞ്ഞാൽ കയറ്റുമതിയേക്കാൾ വളരെ കൂടുതലാണ് ഇന്ത്യയുടെ ഇറക്കുമതി. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയുടെ ബാലൻസ്, നെഗറ്റീവ് ബാലൻസ് കൂടും. മാത്രമല്ല, ഇന്ത്യ തിരിച്ചടയ്ക്കാനുള്ള ലോണുകളുടെ ഇത് കൂടും, പലിശ കൂടും. എന്ന് പറഞ്ഞാൽ ഇനി ഇന്ത്യൻ രൂപ ദുർബലപ്പെടുന്നത് സഹിക്കുകയല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ ഇന്ത്യക്കാവില്ല. ട്രംപിന്റെ ഈ നടപടി ഇന്ത്യക്ക് ദോഷകരമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പൊ ട്രംപ് വാദികളായി ഇന്ത്യയിലുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടനെ നിലപാട് മാറ്റുന്നതാണ് നല്ലത്. ട്രംപ് ലോകത്തിന് നല്ലതല്ല, ഇന്ത്യക്ക് നല്ലതല്ല എന്ന് തന്നെയാണ് സത്യം.